ഭഗവാൻ കൃഷ്ണനോട് അർജുനൻ ചോദിക്കുന്നുണ്ട്, ഭഗവാനെ എങ്ങനെയുള്ള ഭക്തരെയാണ് ഭഗവാന് ഇഷ്ടം എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഭഗവാൻ പറയുന്നൊരു കാര്യം, അങ്ങനെ പലതും പറയുന്നത്, അതിലൊരെണ്ണം ഭഗവത്ഗീതയിൽ ഒരെണ്ണം ഞാൻ പറഞ്ഞു. എന്നിൽ മനസ്സിനെ ഏകാഗ്രമായി ഉറപ്പിച്ച് നിരന്തരം യോഗം ശീലിക്കുന്നവരും ഉത്കൃഷ്ടമായ ശ്രദ്ധയോടുകൂടിയവരുമായി യാതൊരുവൻ എന്നെ ഭജിക്കുന്നുവോ അവർ കൂടുതൽ ശ്രേഷ്ഠന്മാരായ യോഗികളായി എനിക്ക് സമ്മതരാണ്. മനസ്സിലായ? അതായത് നിരന്തരം നമ്മൾ ഈശ്വര പ്രാർത്ഥന ഉണ്ടായിരിക്കണം. അപ്പം മറ്റ് മതസ്ഥരിത് കേൾക്കുന്നെങ്കിൽ അവരോടും എനിക്ക് പറയാനുള്ളത്, നിരന്തരം നിങ്ങളെ ഒരു മതത്തിൽ ജനിപ്പിച്ചിരിക്കുന്നു, അതിൽ നിങ്ങൾക്കൊരു ഈശ്വരൻ ഇന്നതാണെന്ന്, ദൈവം ഇതാണെന്ന് കാണിച്ചു തന്നിരിക്കുന്നത്. അള്ളാഹു ആണെങ്കിൽ അള്ളാഹു, യേശുപ്പനാണെങ്കിൽ യേശുപ്പൻ, അല്ലേ? അതിൽ നിരന്തരം പ്രാർത്ഥിക്കുമ്പോഴേ പ്രപഞ്ചത്തിന് ആ പ്രാർത്ഥന ഉൾക്കൊണ്ടുകൊണ്ട് പോയി നമുക്ക് അത് നല്ലതായി വരും. ചില ആളുകൾ ഞാൻ ചേച്ചി വന്നൊക്കെ പ്രാർത്ഥിച്ച് എപ്പോൾ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യം നടക്കുക, എപ്പോൾ പ്രാർത്ഥിച്ച് ചോദിക്കുമ്പോൾ അത് ഒരാഴ്ച പ്രാർത്ഥിച്ചായിരുന്നു, പിന്നെ എനിക്ക് സമയം കിട്ടിയില്ല ചേച്ചി, പ്രാർത്ഥിക്കാൻ പറ്റിയില്ല, ആ കാര്യം സാധിക്കത്തില്ല. നിരന്തരം പ്രാർത്ഥിക്കണം. നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ പ്രകൃതി അതിനായി ഒരുങ്ങി വരും. കരയുന്ന കുഞ്ഞിനെ പാലുള്ളെന്ന് പറയത്തില്ലേ? ഒരമ്മയോട് നമ്മുടെ മക്കൾ നമ്മളോടൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ, ഞാനത് കുറേ വട്ടം ഇവൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അതിനായിട്ട് കാര്യം പണം സ്വരുക്കൂട്ടാൻ തുടങ്ങും. അല്ലെ ഏതെങ്കിലും വിധത്തിൽ ഞാൻ ആലോചിക്കും, ഏത് വിധത്തിൽ ഇവർക്ക് ഇത് സാധിച്ചു കൊടുക്കണം. ഇതാണ് പ്രപഞ്ചം തന്നെ നമുക്ക് അതിനായി, ലോകം ഒരുങ്ങും, പ്രകൃതി നമുക്കായി ഒരുങ്ങും, ആ കാര്യത്തിനായിട്ട് ഒരുക്കം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആവശ്യമില്ല, നമ്മൾ ആവശ്യം പറഞ്ഞ് തന്നെ പ്രാർത്ഥിക്കണം. ആ പക്ഷത്താണ് ഞാൻ ആവശ്യം ചോദിച്ചതെല്ലാമാണ് എനിക്ക് ഭഗവാൻ തന്നിരിക്കുന്നത്. എനിക്ക് പണ്ട് ഭയങ്കര ആഗ്രഹം, എൻ്റെ സുഹൃത്തുക്കളെ നിങ്ങൾ കേൾക്കൂ, എനിക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടിയിട്ട് പുള്ളിയുടെ കയ്യെ പിടിച്ച് ഇങ്ങനെ നടക്കണം. എൻ്റെ ആഗ്രഹം വരുന്നത്, എന്നെ മാത്രം സ്നേഹിക്കുന്ന ഒരാളായിരിക്കണം, എനിക്ക് ജോലി ചെയ്തുകൊണ്ട് തന്നിട്ട് എനിക്ക് അദ്ദേഹത്തിന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ഒരു നല്ല ഭാര്യയായിട്ട് കഴിയണം, എൻ്റെ മക്കളെ നോക്കി എൻ്റെ ഭർത്താവിനെ നോക്കി വീടൊക്കെ നല്ല വൃത്തിയാക്കി വെച്ച്. ആ സ്വപ്നം എനിക്ക് സാധിച്ചില്ലായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, സായന്ധന കാലത്താണ് ആ സ്വപ്നത്തിലേക്ക് വന്നത്. എനിക്ക് ജോലി ചെയ്ത് കൊണ്ടുതരുന്ന അല്ലേ ചേച്ചി, എനിക്ക് ഇവിടുന്ന് ലിസ്റ്റ് എഴുതി വിട്ടാൽ മതി, സാധനം എല്ലാം മേടിച്ചോണ്ട് വരുന്ന എൻ്റെ കൂട്ടുകാരി ഇവിടെ ഒരു ഹെൽപ്പിനുണ്ട്. അവളെന്നോട് പറഞ്ഞു, നിനക്ക് അരിയുടെ വില അറിയാവാടി, നിനക്ക് സവോളയുടെ വില അറിയാവാടി, നിനക്ക് വെളിച്ചെണ്ണയുടെ വില ഇല്ലടി, അറിയത്തില്ല. കാരണം എന്താണ്, മുമ്പ് ഇതിൻ്റെ വില അറിയായിരുന്നു. 45 വയസ്സ് വരെ എനിക്ക് വില അറിയായിരുന്നു. അപ്പോൾ ഞാൻ എത്രയോ വർഷം മുമ്പ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതാണ്. എനിക്കപ്പോൾ കിട്ടിയത് ഇപ്പോഴാണ് ലോട്ടറി എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കെന്നത് രണ്ടാമതൊരു അതല്ല, നമ്മുടെ ഇരിക്കുന്ന ഭർത്താവിനെ കളഞ്ഞിട്ട് വേറൊരാളെ എടുക്കാതെ നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനല്ല സുഹൃത്തുക്കളെ, പ്രാർത്ഥനയിൽ ഒരു നൈർമല്യം, നമ്മൾ ദൃഢതയോടെ നിങ്ങൾ നിരന്തരം എന്നെ ഭജിക്കുവാൻ, അത് യേശുവിനെ ആണേലും അള്ളാഹുവിനെ ആണേലും വേളാങ്കണ്ണി മാതാവിനെ ആണേലും ഗുരുവായൂരപ്പനെ ആണേലും ശിവഭഗവാനെ ആണേലും പറയുന്നത് അതാണ്. നമുക്ക് നിരന്തരം ഇതെല്ലാം ഏകദൈവമാണ്, ഒന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് പല രീതിയിലാണ് ഭൂമിയിൽ ഈ അവതാരങ്ങളെ തന്നിരിക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥന കാലം വൈകിപ്പിക്കത്തില്ല. അത് നമുക്ക് തന്നു തന്നെ ഈ കാലം അത് നമുക്ക് തരും, ഈ പ്രകൃതി അത് നമുക്ക് തരും. അത്ര ശക്തിയുള്ള ഒരു പ്രപഞ്ചത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിരന്തരം ഇന്ന് ഈ മെൻസസ്സായി എനിക്ക് കഴിയില്ല, ഇന്ന് അപ്പുറത്തെ ദാമുച്ചേട്ടൻ മരിച്ചുപോയി, ഇന്ന് കഴിയില്ല, അവിടെ പെലയാണ്, അവിടെ മരിപ്പിന് പോകണം, അവിടെ ഒരുപാട്, ഇന്ന് എനിക്ക് അയൽക്കൂട്ടത്തിൻ്റെ മീറ്റിംഗാണ്, എനിക്ക് പോകണം, ഇന്ന് അവിടെ കല്യാണം, കൂട്ടുകാരുടെ കല്യാണം, അല്ലെ എൻ്റെ അമ്മാവൻ്റെ മോടെ കല്യാണം, ഒന്നും പറഞ്ഞൊന്നും കാര്യം. ഏത് അമ്മാവൻ്റെ മോൻ്റെ കല്യാണം അല്ല എന്ത് പണ്ടാരമാണെന്ന് പറഞ്ഞാലും പ്രാർത്ഥന മുടക്കരുത്. നിരന്തരം യോഗം ചെയ്യുന്നവൻ്റെ കൂടെ ഞാനുള്ളു, നിരന്തരം പ്രാർത്ഥിക്കുന്നവൻ്റെ കൂടെ ദൈവമുള്ളു. അത് പോസിറ്റീവ് ചൈതന്യമാണത്. നമ്മൾ കുറച്ച് ദിവസം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അത്രയും ദിവസം കൂട്ടിക്കൊണ്ടുവന്ന എനർജി ആ വീട്ടിൽ നിന്ന് നമ്മളിൽ നിന്ന് അകന്നു പോകും. മനസ്സിലായ? അപ്പോൾ
നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ നിൽക്കാൻ പറ്റാത്തതുപോലെ നമ്മൾ ഈ ദിനചര്യ, പ്രാർത്ഥന എന്ന് പറഞ്ഞ ദിനചര്യ, ഇത് വിശ്വാസമില്ലാത്തവർ കേൾക്കേണ്ട സ്കിപ്പ് ചെയ്ത് വയ്ക്കും. എൻ്റെ ജീവിതത്തിൽ അതിനുള്ള ഐശ്വര്യം, മനസ്സമാധാനം എല്ലാം എനിക്ക് എൻ്റെ പ്രാർത്ഥന കൊണ്ട് കിട്ടിയാണ്. ക്ഷമ. ആദ്യം എനിക്ക് വിറളി പിടിച്ചൊരു പെണ്ണുമ്പളായിരുന്നു ഞാൻ. ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും. എന്നാ ഒരു വെപ്രാളമായിരുന്നു അറിയാം. പ്രാർത്ഥിക്കാൻ തന്നെ ഞാൻ ഓം കൃഷ്ണ എളുപ്പം തീർക്കുവാണ് ഞാൻ. എനിക്കൊരു സമാധാനവും ഇല്ല സഹോദരങ്ങളെ. എന്തോ എൻ്റെ ഭഗവാന് ഇങ്ങനെയാണ് ഓട്ടവും വെപ്രാളവും പിടിച്ചൊരു തീ പിടിച്ചൊരു പെണ്ണുമ്പളായിരുന്നു ഞാൻ. അല്ല, സമാധാനം ഇല്ല, ഒലച്ചിലും. ഇതൊക്കെ പോയത് ഈ പ്രാർത്ഥന നിരന്തരം യോഗം അഭ്യസിക്കുമ്പോൾ, പ്രാർത്ഥനയും നിരന്തരം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രോമകൂപങ്ങളിലെല്ലാം കൂടി ഇത് കയറി ഇറങ്ങും. ഇങ്ങനെ നമ്മുടെ ഓരോ കോശത്തിലും നമ്മുടെ ഈ പ്രാർത്ഥനയുടെ സ്ഫുരണങ്ങളുണ്ടാകും. ഞാൻ ആസാമി ഒന്നുമല്ല, സത്യമാണ്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ എനിക്ക് ദാരിദ്ര്യമാണ് ചേച്ചി, എൻ്റെ ദുഃഖത്തിരുന്നില്ല ചേച്ചി. ആർക്ക് ദാരിദ്ര്യമൊക്കെ നമ്മുടെ ദാരിദ്ര്യം ദുഃഖമൊക്കെ നമ്മളെ റൂട്ടേ കയറ്റിക്കണം. ഇപ്പോഴും അങ്ങോട്ട് സുഖം തരാൻ പറ്റുമോ? സുഖം കിട്ടുമ്പോൾ അങ്ങോട്ട് സന്തോഷിക്കുക, ദുഃഖം വരുമ്പോൾ അങ്ങോട്ട് വിഷമിക്കുക. അത് ശരിയല്ല. എനിക്ക് സുഖം തരുമ്പോൾ കൂടുതൽ അങ്ങോട്ട് ഭഗവാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കും. ചില ആളുകളുണ്ട്, സുഖം കിട്ടിയ ഉടനെ തന്നെ പിന്നെ ദൈവത്തിന് ആ വിളിയയില്ല. താഴെ ഒന്ന് ബ്രേക്ക് പിടിക്കുമ്പോൾ ഉടനെ വരും, അയ്യോ ഗണപതി ഹോമം നടത്തല്, പിന്നെ അപ്പിടി വിളി ആണല്ലേ. സംഭവം സത്യമാണോ അല്ലേ? ചേച്ചി വരെ അതാണ്. കാശ് കിട്ടി. ഞാൻ അങ്ങനെ ചേച്ചി എന്ത് തോന്നുന്നു? നിരന്തരം ചേച്ചി ഇപ്പോൾ വന്ന് കണ്ടുകൊണ്ടിരിക്കില്ല. നിരന്തരം പ്രാർത്ഥിക്കും. അതിന് ഒരു മുടക്കവും വരുത്തത്തില്ല. ആരെന്ത് പ്രശ്നം തരും. ഞാൻ പോവനായിട്ടൊക്കെ ചില സമയം മുട്ടനടി വെക്കും അല്ലേ ചേച്ചി. മുട്ടനടി വെച്ചാലും ഞാൻ ഇടി വെച്ചാൽ ഇച്ചിരി കഴിയുമ്പോൾ പ്രവർത്തനം മുടക്കത്തില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകുന്ന പിള്ളേരുടെ ഇടി വെക്കും. അപ്പോൾ മാനസികമായിട്ട് നമുക്കൊരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകത്തില്ലേ, ഒരു താളർച്ചയാണ്. പ്രാർത്ഥനയിൽ വിട്ടുവീഴ്ചയില്ല. എൻ്റെ ദൈവമേ ഭഗവാൻ, അതുകൊണ്ട് എൻ്റെ ഒരു കാര്യങ്ങൾക്കും ഒരു തടസ്സവും കൂടാതെ നടക്കും. പക്ഷെ നമ്മളെ ഒന്ന് ഇട്ട് കളിപ്പിക്കും. അത് നമ്മളെ എന്തെങ്കിലും ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഈസി ആയിട്ട് തന്നാൽ നമുക്ക് ഒന്നിൻ്റെ വില മനസ്സിലാകത്തില്ല. ഇപ്പം ചില പിള്ളേർ ജോലി കിട്ടുന്നില്ല ചേച്ചി, അതൊന്ന് പ്രാർത്ഥിച്ച് പിള്ളേർ തന്നെ ആദ്യം മുൻകൈയെടുത്ത് അവൻ്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ അവൻ ഉണർത്തി, എനിക്ക് ജോലി വേണം ദൈവമേ എന്ന് അവൻ ആവശ്യപ്പെടുന്ന സമയത്ത് ജോലി കിട്ടും. ഈസി ആയിട്ട് പിള്ളേർ നമ്മൾ കാശും കൊടുത്ത് പഠിപ്പിച്ച് നല്ല സ്കൂളിലും കോളേജിലും ഒക്കെ പഠിപ്പിച്ച് വേഗം ജോലി കിട്ടണം. ഒരു അമ്മ കഴിഞ്ഞ ദിവസം മോക്ക് ജോലി കിട്ടുന്നു, മോന് ജോലി കിട്ടുന്നുണ്ട്. മോൻ പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ ഉത്തരവാദിത്തം കഴിഞ്ഞ് പഠിപ്പിച്ച് നിങ്ങൾ പൂർത്തീകരിച്ച് നിർത്തി കൊടുത്തിട്ട് ഇനി അവൻ്റെ പാത അവൻ തന്നെ കണ്ടുപിടിക്കണം. അവൻ അത്ര വിദ്യാഭ്യാസം നമ്മൾ അവനെ നിർബന്ധിച്ചും അടിച്ചും വിട്ട് സ്കൂളിലും കോളേജിലും ഒക്കെ വിട്ട് പഠിപ്പിച്ച് സെറ്റാക്കി കൊടുത്ത് നല്ലൊരു ഡിഗ്രി അവൻ്റെ കൈവശാക്കി കൊടുത്ത് ഇനി അവൻ വേണം ചൂസ് ചെയ്യാൻ. നമ്മൾ മാറിക്കണം. നമുക്ക് പ്രാർത്ഥന മാത്രം മതി. ഇപ്പോൾ നിങ്ങൾ വെപ്രാളമൊന്നും അടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അവന് പിന്നെ ഒരു സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കല്ലേ. അപ്പോഴേ ആവശ്യം വരുമ്പം സാമ്പത്തിക പ്രതിസന്ധി, എനിക്ക് പണം കിട്ടിയോ പറ്റൂ, എനിക്ക് ജോലി ചെയ്തേ പറ്റുമെന്ന് അവന് ആവശ്യബോധം ഉണ്ടാകുമ്പോൾ ഈശ്വരനെ വിളിച്ച് ഇറങ്ങിക്കോളും. കുട്ടികളെ ചെറുതിലെ മുതലേ പ്രാർത്ഥന പഠിപ്പിക്കണം. ക്ഷമയുണ്ടാകണം. ക്ഷമ. എൻ്റെ ഒന്നും ചെറുപ്പത്തിലൊന്നും ഒരു വ്യവസ്ഥയില്ലാത്ത ജീവിതം ജീവിച്ചുകൊണ്ട് എൻ്റെ തമ്പുരാനെ ക്ഷമയൊക്കെ ഇപ്പം വന്നതാണ്. ഇപ്പം കിട്ടിയ സാധനം ക്ഷമയൊക്കെ. പ്രാർത്ഥനയ്ക്കൊന്നും ഒരു ക്ഷമയും ഇല്ല. ഇന്ന് വിളിച്ചിട്ട് കൃഷ്ണൻ തന്നില്ലെങ്കിൽ നാളെ ശിവൻ്റെ അമ്പലത്തിൽ പൊക്കളെ. അവിടെയും കിട്ടിയില്ലെങ്കിൽ നാളെ ഭദ്രകാളിയുടെ അമ്പലത്തിൽ പോകും. മനസ്സിലായോ? ഇവിടെ ഇവരാരും തന്നില്ലെങ്കിൽ യേശുവിൻ്റെ അടുത്ത് പോകും. ഇങ്ങനെ പോയി മാറിക്കളിക്കുമായിരുന്നു. നിങ്ങളത് കൊണ്ട് മനസ്സിലാക്കണം. ഇത് 55 വയസ്സപ്പോഴാണ് പദമൊക്കെ വന്നത്. പക്ഷേ ഞാൻ കൃഷ്ണനെ ഇങ്ങനെ 2000 പറഞ്ഞ് നന്ദന സിനിമ കണ്ടപ്പോഴും പിന്നെ കൃഷ്ണനെ തന്നെ മുറുകെ വിളിക്കാൻ തുടങ്ങി. എന്നിട്ട് എത്രയോ വർഷം എൻ്റെ കർമ്മദോഷങ്ങളാൽ ഞാൻ അലഞ്ഞ് എന്തെല്ലാം അനുഭവിച്ച് അതിനുശേഷമാണ് ഇപ്പോൾ ഒന്ന് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഒരു സിറ്റുവേഷനിലേക്ക് വന്നത്. ഞാൻ ആഗ്രഹിച്ച കല്യാണമൊക്കെ കഴിച്ചാൽ എൻ്റെ ഭർത്താവ് ജോലിയൊക്കെ ചെയ്തുകൊണ്ട് നിറയെ സാധനമൊക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ട് വെച്ച് തരും. എന്നിട്ട് എൻ്റെ സ്വപ്നങ്ങളാണ്. എന്നിട്ട് ഞാൻ ചോറും കറിയൊക്കെ വെച്ച് കൊടുക്കും. പിന്നെ ഭർത്താവിൻ്റെ തുണിയൊക്കെ കഴുകി ഇങ്ങനെ വിരിച്ചിടുന്ന നല്ല ഭാര്യ, വീടൊക്കെ വൃത്തിയാക്കിയിട്ട് മക്കളെ നല്ലതായിട്ട് നോക്കുന്ന ഭാര്യ. ഞാൻ ചിന്തിച്ച ആഗ്രഹങ്ങളാണ്, സ്വപ്നങ്ങളെ. പണ്ടത്തെ നമ്മുടെ ആഗ്രഹം ജോലിക്ക് പോകുന്ന ഭാര്യയുടെ സ്വപ്നം ഇല്ലായിരുന്നു എനിക്ക്. ഇതാണ്. എന്നിട്ട് പിന്നെ ഇങ്ങനെ ഭർത്താവ് വൈകുന്നേരം വരുന്നവരെ കാത്തിരിക്കുക. ഇങ്ങനത്തെ ഒരു ഭാര്യയാണ് ഞാൻ സ്വപ്നം കണ്ട. വിവാഹം കഴിക്കുമ്പോൾ എൻ്റെ മനസ്സിലെ സ്വപ്നം അതായിരുന്നു. മനസ്സിലായേ? വലിയ പൊടപണ്ടാര മോഹങ്ങളൊന്നും എനിക്കില്ലായിരുന്നു.
എൻ്റെ ഭർത്താവിൻ്റെ ബൈക്കിൻ്റെ പുറകിൽ കയറി ഒന്ന് കെട്ടിപ്പിടിച്ച് പുറത്ത് കയറി പുറയിലിരിക്കുക. എപ്പോഴും സിനിമയ്ക്ക് ആഴ്ചയിലൊരു സ്ഥലം മാസത്തിലൊരു നല്ല പടമൊക്കെ വരെ കൊണ്ടുപോകുന്ന ഭർത്താവ് വല്ലപ്പോഴും ഒന്ന് പുറത്ത് ബീച്ചിലൊക്കെ ഒന്ന് കൊണ്ടുപോയി ഒരു കപ്പലണ്ടി മിഠായി ഒരു കപ്പലണ്ടി പൊതിയെങ്കിലും മേടിച്ച് തന്ന് എൻ്റെ 2 പിള്ളേരെയും പിടിച്ച് എന്നെയും കൈ പിടിച്ച് കടൽത്തിരയിലൊക്കെ ഇവിടെ നടക്കുന്ന ഒരു ഭർത്താവ്, ഒരു പള്ളി പെരുന്നാളിന് കൊണ്ടുപോകുന്ന ഭർത്താവ്, ഒന്നും മേടിച്ചു തരണ്ട, ഒരു ഐസ്ക്രീം മേടിച്ച് തന്നാലും മതി, സംതൃപ്തയാണ്. 5 രൂപയുടെ ഐസ്ക്രീം മേടിച്ച് തന്നാലും സംതൃപ്തയാണ്. അങ്ങനെ കൊണ്ടു കിടക്കുന്നൊരു ഭർത്താവ് അല്ലേ ചേച്ചി? നമുക്ക് അസുഖം വരുമ്പോൾ നമുക്ക് മരുന്ന് മേടിച്ച് തരും, നമ്മുടെ കൂടെ ഇരിക്കുന്ന, അന്ന് ജോലിക്കൊന്നും പോകാതെ നമ്മുടെ കൂടെ ഇരുന്നൊരു ചായയൊക്കെ ഇട്ട് നമ്മളെ ഒന്ന് ആവിയൊക്കെ പിടിപ്പിച്ച് നമ്മുടെ കൂടെ ഒന്ന് ഇരിക്കുന്നൊരു ഭർത്താവ്, സ്വപ്നം കണ്ട ഭർത്താവ്. അതൊക്കെ പണ്ടത്തെ നമ്മൾ കാണുന്ന സ്വപ്നങ്ങളിൽ അതൊക്കെയല്ലേ. നമ്മളെ വേറെ പെണ്ണുങ്ങളെയൊന്നും പുറത്ത് നോക്കാതെ നമ്മളെ മാത്രം സ്നേഹിക്കുന്ന, നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന അല്ലേ, അങ്ങനത്തെ ഒരു ഗൃഹനാഥനെയൊക്കെ സ്വപ്നം കണ്ട സിങ്കുമ്മ എൻ്റെ പൊന്നമ്മ മലയും ചവിട്ടി എത്ര മലേനെ ഭഗവാനെ കല്ലും മുള്ളും ശബരിമലയ്ക്ക് എന്ന് പറഞ്ഞൊക്കെ ആയിപ്പോയി തക്കരകളെ. ഇപ്പം ഞാൻ ആഗ്രഹിച്ച ലൈഫിലെത്തിരിക്കുക. ഞാനപ്പോൾ ഈ ലൈഫ് വേണ്ട എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ അല്ലേ ചേച്ചി? മനസ്സിലായ? അപ്പോൾ എല്ലാം തകർന്നടിച്ചെന്ന് പറഞ്ഞ് ഞാനെവിടെ ഒരുങ്ങാതെയും കുളിക്കാതെയും അലക്കാതെയും എൻ്റെ ജീവിതം ഇങ്ങനെയായി തീർന്ന് എൻ്റെ ലൈഫ്, ഇനി എനിക്കൊരു ജീവിതം ഇല്ലെന്ന് പറഞ്ഞിട്ട് വലഞ്ഞ് വിലഞ്ഞ് പെച്ചക്കാരി കാവീനെ പോലെ വല്ല ഇരുന്നിരുന്നെങ്കിൽ, ഒരു കൂറവാസുവിനെ പോലെ ഞാൻ ഇരുന്നിരുന്നെങ്കിൽ എന്നെ ബോവൻ നോക്കത്തേയില്ല. ഞാൻ ഉണ്ടില്ലെങ്കിലും പോണാം പുരപ്പുറത്തൊന്നും പറഞ്ഞ് ജീവിച്ചുകൊണ്ടാണ് ഓൻ ചേട്ടൻ്റെ കണ്ണ് എൻ്റെ അടുത്തൊന്ന് ഉടക്കിയത്. ഇത് മെയ്ഡ് ഇൻ ചൈനയാണെന്ന് ബോബൻ ചേട്ടൻ അറിയത്തില്ലായിരുന്നു. കയ്യിൽ കിട്ടിയപ്പോഴാണ് മനസ്സിലായത് ചൈനയാണ്. വേക്കപ്പാട്. പിന്നെ ബോബൻ ചേട്ടനോട് പിടിച്ചിരിക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ ഒന്ന് സെറ്റായിക്കൊണ്ട് ഒരു ദിവസം നിൽക്കത്തുള്ളൂ. എല്ലാം ഭഗവാന്റെ ലീലയെന്ന് പറഞ്ഞ കിടക്ക് ചക്കരകളെ. നമ്മളുടെ പ്രാർത്ഥനയും നമ്മുടെ പ്രവൃത്തി നമ്മുടെ ലക്ഷ്യമൊക്കെ സൂപ്പറാണ് എന്നുണ്ടെങ്കിൽ നമ്മളവിടെ എത്തിയിരിക്കും. ഇച്ചിരി വൈകിയാണേലും ഈ എളുപ്പം എത്തണമെങ്കിൽ നല്ല കർമ്മമൊക്കെ നമ്മുടെ പൂർവികരും നമ്മളൊക്കെ ചെയ്തു തരിക്കണം. ഇത് പണ്ടാരങ്ങളൊന്നും നല്ലതൊന്നും ചെയ്ത് കാണത്തില്ലെന്നേ. അപ്പോൾ പിന്നെ എങ്ങനെ നമുക്ക് നല്ലത് കിട്ടാനാ? വളരെ പിന്നെ നമ്മൾ ഈ ജന്മത്തിൽ വന്നിങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങളുടെയൊക്കെ നല്ല സൽബലവും ഒക്കെ കൊണ്ടായിരിക്കും നമുക്ക് ഇങ്ങനെയെങ്കിലും കിട്ടുന്നത്. മനസ്സിലായോ? നമ്മൾ നിരന്തര പ്രാർത്ഥനയുള്ളവൻ്റെ മുന്നിലേക്ക് ദൈവം ഇതെല്ലാം കൊണ്ടെത്തിക്കും. ചോദിച്ചോണം. ഞാനിങ്ങനെ ചോദിക്കുമായിരുന്നു എൻ്റെ മനസ്സിൽ. സുന്ദരനായ ചേച്ചി എന്നെ മാത്രം നോക്കുന്ന, എൻ്റെ മുടിയഴികളെങ്കിൽ നിങ്ങളെ തളയോടുന്ന, എനിക്ക് എപ്പോഴും ഉമ്മയൊക്കെ തരുന്ന, എന്നെ പോട്ടമോളോ വഴക്കിടുമ്പോൾ സോപ്പിടുന്ന, എന്നെ സോപ്പിട്ട് എന്നെ പുറകെ കിടക്കുന്ന ഒരു ഭർത്താവ്. എല്ലാ പെണ്ണുങ്ങളും അങ്ങനെയല്ല ആഗ്രഹിക്കുന്നത് അല്ലേ? പെണ്ണുങ്ങൾ വെറും അതായത് ഒരു കട്ടിയില്ലാത്ത പെണ്ണുങ്ങളുടെ മനസ്സ് അല്ലേ? എല്ലാ സ്ത്രീകളും അങ്ങനെ. അവരെ ഒന്ന് സ്നേഹിച്ചാൽ ഭൂമിയോളം താഴും അവർ. എന്താ പെൺപിള്ളേരൊന്നും കല്യാണം കഴിക്കാത്തത്? പേടിയാണ് അവർക്ക്. ഓരോന്നും കണ്ട് പേടിച്ചിട്ട് കുടുംബഭാരം എടുക്കാൻ പെൺപിള്ളേർ തയ്യാറാകുന്നില്ല. ഇച്ചിരി സമയം നിങ്ങളുടെ പോയെന്നറിയാം. ഇത്ര 13 മിനിറ്റ് ആയതുകൊണ്ട് ദാസന്മാരെ നമ്മൾ പോട്ടെ. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ചിരിച്ച് ഉല്ലസിച്ച് ജീവിക്കണമെങ്കിൽ നിരന്തരമായ പ്രാർത്ഥന. തോന്നിയ മാസം പ്രാർത്ഥിക്കല്ലേ? കേട്ടല്ലോ? മര്യാദയ്ക്ക് നിരന്തരം ഒരു സമയം വെച്ച് പ്രാർത്ഥിച്ചു. ദൈവം തമ്പുരാനോട് ചോദിച്ചു. ഞാൻ പറഞ്ഞ എക്സാമ്പിൾ മറന്നുപോലും. നമ്മുടെ മക്കൾ നമ്മളോടൊരാവശ്യം പറയുമ്പം നമ്മൾ അത് സാധിച്ചു 1, 2, 3 പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോഴത്തേന് നമുക്ക് ടെൻഷനാകും. ദൈവമൊക്കെ സാധിച്ചു കൊടുക്കണമെന്ന്. നമ്മൾ ആദ്യം പൈസ കിട്ടുമ്പോൾ ആ കാര്യം സാധിച്ചു കൊടുക്കാൻ നോക്കൂല്ലേ? അന്ന് പറഞ്ഞ കണക്ക് തന്നെയാണ് ഭഗവാൻ പൈസ കിട്ടുമ്പോൾ സാധിച്ചിരുന്നല്ല. ഭഗവാനും അനേകർ വിളിക്കുന്നതാണ്. നമ്മൾ വിളിച്ച് പോസിറ്റീവ് വൈബ് ഉണ്ടാക്കണം. നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ജീവിതത്തിലേക്ക് ഈ പ്രപഞ്ചം നമ്മുടെ ആഗ്രഹം സാധിക്കാനായിട്ട് ഒരുങ്ങി ആ സാഹചര്യം നമ്മളിലേക്ക് കൊണ്ടെത്തിക്കും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കും. സിങ്കുമ്മ എക്സാമ്പിൾ, ഞാനാണ് ഉദാഹരണം. സിങ്കുമ്മയാണ് ഉദാഹരണം. കേട്ടാ? ഓക്കേടാ.